തുണ്ടുപടത്തിലെ നായകൻ എന്നുള്ളൊരു സംസാരിച്ച് പറയാതെ വന്നു പോകുന്നുണ്ടല്ലോ, മനഃപൂർവ്വം പറയുന്നൊന്നുമില്ല, അറിയാതെ അടുപ്പം കൊണ്ട് വന്നു പോകുന്നു. പരീക്ഷകൾക്കൊക്കെ തുണ്ട് വെച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എൻ്റെ അടുത്ത് ലീല ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോഴും സംയുക്തയും ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോഴും എനിക്കുള്ള കോൺഫിഡൻസ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദേശീയ അവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല, എന്തെങ്കിലും അവാർഡ്സ് ഈ ഫിലിമിന് ഉണ്ടാവും എന്ന് കരുതിയിരുന്നു. എനിക്ക് ആഗ്രഹമില്ലെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അല്ല. പക്ഷേ എൻ്റെ കൂടെയുള്ളത് ബിജു മേനോനാണ്. അപ്പം ബിജുചേട്ടാ, പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് കിടക്കാം. അപ്പം തുണ്ട് സിനിമ റിലീസാകാൻ വേണ്ടി പോവാണ്. എന്താണ് തുണ്ട്? തുണ്ട് ആ പേര് പോലെ തന്നെ ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ്. ആ പേര് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റായിട്ടുള്ള പേരാണ്. കാരണം ഞാൻ കഥ മുഴുവൻ ഒരു നെറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെൻ്റെ അടുത്ത് ഞാൻ വെച്ചാൽ എന്താണ് അതിൻ്റെ ടൈറ്റിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ തുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. കാരണം ആ തുണ്ട് എന്ന് പറയുന്ന ഈ ബേബി എന്ന് പറയുന്ന ഒരു പോലീസ് ക്യാരക്ടർ, ഒരു പോലീസ് സ്റ്റോറിയല്ല, ഓരോ കഥാപാത്രങ്ങൾ പോലീസ് അവരുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു അപ്ഗ്രഡേഷന് വേണ്ടി ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ റിട്ടയർമെൻറ്റിന് മുമ്പ് കുതിച്ചിട്ട് എന്നാൽ അതിനുള്ളൊരു പഠിക്കാനുള്ളൊരു ഇതൊന്നും പറ്റാത്ത രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന പ്രശ്നവും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ ഒരാൾ തുണ്ട് വയ്ക്കാനൊക്കെ സജസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഇയാളെ കൊണ്ട് പറ്റാതെ അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോബ്ലംസും പിന്നെ അത് കഴിഞ്ഞ് അതിനോട് കോർത്തിണക്കുണ്ടാകുന്ന എല്ലാം ഹ്യൂമറിലാണ് പറഞ്ഞത്. നമ്മളെല്ലാം നമുക്ക് സംഭവിച്ചു എന്ന് വളരെ ടെൻഷൻ മൊമെൻറ്റ്സ് ആണ്, പക്ഷെ അതെല്ലാം ഹ്യൂമറിലാണ്, കാണുന്നവർക്ക് അത് ഹ്യൂമറായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സിനിമ. അപ്പോൾ ചെറുപ്പത്തിൽ പരീക്ഷകൾക്കൊക്കെ തുണ്ട് വെച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതിലുള്ള ക്യാരക്ടർ പോലെ തന്നെ അത് തന്നെ, നമുക്ക് ഭയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയില്ല, ഇപ്പോൾ ശരിക്കും ഭയം തന്നെയായിരുന്നു പലരും. പിന്നെ ആ സമയത്ത് നമ്മളിങ്ങനെ ഉള്ളത് മതി എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്തില്ല, അത്രയും ടെൻഷൻ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അതുള്ളത് ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ഈ തുണ്ടുപടത്തിലെ നായകൻ എന്നുള്ളൊരു ടാഗ് ലൈൻ തമാശക്കാണെങ്കിലും വരുമോ എന്നൊരു അങ്ങനെ ചിന്തിച്ചിരുന്നോ? അതെ, തുണ്ട് എന്തർത്ഥത്തിലാവുന്ന ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആദ്യം അറിയായിരുന്നു. അതൊരു സംസാര വിഷയമാവുമായിരിക്കും, നമുക്ക് ഒരു പബ്ലിസിറ്റി എന്ന രീതിയിൽ നമുക്കൊരു ഗുണം ചെയ്യുമെന്ന് മനസ്സിലായി. പിന്നെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ തന്നെ അങ്ങനെ ഒരു ഈ തുണ്ടിൻ്റെ ഡിസൈനിൽ തന്നെ ടൈറ്റിൽ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ തമാശയാണെങ്കിലും റിവെഞ്ച് ആണെങ്കിലും സീരിയസ് ആണെങ്കിലും എല്ലാം ബിജുചേട്ടൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു കമൻറ്റ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം അവസാനം കെരിടനിലായാലും അത്രയും ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആണെങ്കിൽ പോലും ബിജുചേട്ടൻ അത് ഹാൻഡിൽ ചെയ്ത് വളരെ ഈസി ആയിട്ടാണെന്ന് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അതിനോടുള്ളൊരു അഭിപ്രായം എന്താണ്? അല്ലെ, നമ്മൾ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്തപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഒരു സിനിമയിൽ നമുക്ക് പേഴ്സണലി ഒന്നും കൂട്ടാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാരണം ആ സബ്ജക്റ്റ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് പെർഫോമൻസ് നമുക്കത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ അവരായിട്ട് നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നൊരു ലൈനുണ്ടോ, ഇന്ന സ്ഥലത്ത് നമ്മൾ കോൺഷ്യസ് ആവണം, ഒട്ടും പിടികൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ എസ്പെഷ്യലി ഇങ്ങനത്തെ സസ്പെൻസ് ത്രില്ലറൊക്കെ ആകുമ്പോൾ നമുക്ക് പലതും ചെറിയൊരു അഭിനയത്തിൻ്റെ പാളിച്ചയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് തോന്നാവുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സൂക്ഷ്മത പുലർത്തും. കാരണം പാളിപ്പോരുന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കും, എവിടെയെങ്കിലും ഒരു ലാഞ്ചിനും അങ്ങനത്തെ ശ്രദ്ധകളുണ്ടാവും ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. ബാക്കി റൈറ്ററും ഡയറക്ടറും തരുന്ന സ്പേസിൽ തന്നെയല്ലേ നമ്മൾ ചെയ്യും. ഇതിൻ്റെ സംവിധായകനായ റിയാസ് ഷെരീഫ് ഒരു നവാഗതനാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാൾ ഒരു കഥയുമായി വന്നപ്പോൾ എന്താണ് സ്റ്റോറിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചൊരു കോർ പോയിന്റ്? കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാനും ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അടുപ്പിച്ച് കുറേ സീരിയസ് വേഷങ്ങളായി പോയി മാറണമെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും അത്യാവശ്യം നമുക്ക് അറിയാവുന്നവരൊക്കെ ഒരു ഹ്യൂമർ ക്യാരക്ടർ കാണാൻ തോന്നുന്നുണ്ട്. കുറച്ച് സീരിയസ് കണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എഴുതുന്ന ഹ്യൂമർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കഥയുമായിട്ട് ജിംഷിയും റിയാസും ആഷിക്ക് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഈ കഥ കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കഥ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-2.5 മണിക്കൂറോളം ഫുൾ നരേഷനും കേട്ടിരുന്നു. എനിക്കൊരു സ്ഥലത്തും ബോറടിക്കണമെന്നോ ബ്രേക്ക് ചെയ്യണമെന്നോ തോന്നിയില്ല. അപ്പോൾ അത് ഫുൾ രസകരമായിട്ട് ഒരു അല്പം ചെറുചിരിയോടെയും പല സ്ഥലത്തും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ പോകുന്ന നല്ല രസമുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ പോകുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള, കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര വോളിയം ലെവലിലുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഹ്യൂമറും അല്ല, ഞാൻ ചെയ്യുന്നൊരു റിയലിസ്റ്റിക് ബാക്ക് ഡ്രോപ്പിലുള്ള ഹ്യൂമറുമാണ്. സേഫാണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് കയറി. പിന്നെ റിയാസ് ഈ ഷൂട്ട് സമയത്ത് തന്നെ റിയാസിൻ്റെ എഡീസ് എല്ലാം
നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എഡീസിനെയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പല ഈ മേജർ ഏരിയകളും ഇവർ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരുന്നു റെഫറൻസ് ആയിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയി അറിയാം അത്തരം മേഖലകൾ ചെയ്യാനായിട്ട്. അപ്പം റിയാസിൻ്റെ വർക്ക് ഒരു പേഴ്സണൽ വർക്ക് വളരെ തറവായിരുന്നു പറയും. ഓൾമോസ്റ്റ് ഒരു എഡിറ്റഡ് വേർഷൻ തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തത് ആദ്യം. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും ഒരുപാട് ലാഭമുണ്ട്, നമ്മുടെയും സമയം ലാഭമുണ്ട്. പിന്നെ അവരുടെ ഒരു കോൺഫിഡൻസിൽ അവർ അത്രയും തറവാണെന്ന് അറിയുന്ന നമുക്കൊരു വളരെ റിലാക്സ്ഡ് ആവുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ തോന്നിയൊരു പ്രൊജക്റ്റാണ് എനിക്കത്. ഈ പണ്ടുള്ള സിനിമകൾ, പോലീസ് സിനിമകൾ ഒരുപാട് ഇപ്പം ഇറങ്ങുന്നുണ്ട്. അതേ ട്രാക്കിൽ തന്നെയാണ്. അതായത് ഈ പണ്ടുള്ള സിനിമകളിൽ ഹീറോയിസം എന്ന് പറയുന്ന ഒരു സംഗതി വലിയൊരു ഫാക്ടറായിരുന്നു. പക്ഷേ ഇന്നൊരു സിനിമ, ഒരു പോലീസ് സിനിമ ആ ഒരു കോംബോ വരുമ്പോൾ ഒരു പോലീസുകാരുടെ റിയൽ ലൈഫ്, അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ആ ഒരു ട്രാക്കിൽ തന്നെയാണോ ഇതും വരുന്നത്? ഇത് പോലീസ് കഥാപാത്രങ്ങളുടെ ഒരു പോലീസ് സ്റ്റോറി അല്ല ആക്ച്വലി. ഇത് ഒരു പോലീസുകാരനുണ്ടാകുന്ന അയാളുടെ പേഴ്സണൽ പ്രശ്നങ്ങളും അതിലെ തമാശകളും അതിൻ്റെ പിരിമുറുക്കങ്ങളും എല്ലാം ഫാമിലി കണക്കുണ്ട്. പിന്നെ ഇതിലെല്ലാം വരുന്നത് പോലീസ് ബന്ധങ്ങളുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ പോലീസ് തന്നെയാണ് പലരും. അപ്പോൾ അവരും എല്ലാവരും ഈ ഫാമിലിയിൽ ഇടപെടണം. അപ്പോൾ ഫാമിലി കാര്യങ്ങളിൽ കൂടെ പോയിട്ട് അത് ഒഫീഷ്യലി പല സ്ഥലത്ത് പ്രശ്നങ്ങളാവുന്നുണ്ട്. പക്ഷേ മറ്റു മുമ്പ് കണ്ടുപോലത്തെ എൻ്റെ ഒരു പോലീസ് ക്യാരക്ടേഴ്സ് അങ്ങനത്തെ സബ്ജക്റ്റില്ല, അതിൽ നിന്നെല്ലാം മാറിയിട്ടുള്ളൊരു ഹ്യൂമർ പോലീസിൻ്റെ ഒരു സാധനമുള്ളതാണ് ഈ സിനിമ. ഇതൊരു പോലീസ് ക്യാരക്ടറാണ്, ഒരു തമാശ, ഒരു ഹ്യൂമർ, ഒരു ജേണറിൽ പോകുന്നൊരു സിനിമയാണ്. തൊട്ടടുത്ത് വരാൻ പോകുന്നതും ബിജുചേട്ടൻ തന്നെ ഒരു പോലീസ് ക്യാരക്ടറാണ്, തലവൻ. അപ്പം രണ്ടും രണ്ട് എക്സ്ട്രീം വേരിയന്റുകളിൽ നിൽക്കുന്ന സിനിമ. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ രണ്ടിനും ഈ വ്യത്യാസം നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്യാറുള്ളത്. ഒരുമിച്ച് റിലീസായത് ഞങ്ങൾ പ്ലാൻഡ് അല്ല, കാരണം പലപ്പോഴും പല സ്ഥലത്തായിട്ട് പല സമയത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ റിലീസ് ഒരുമിച്ച് വന്നു. പക്ഷെ എന്നാലും എനിക്കുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതൊരു ഹ്യൂമർ ബേസ്ഡ് സബ്ജക്റ്റാണ്. അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രേക്ഷകർക്ക് ഒരു ഹ്യൂമറസ് ആയിട്ട് കാണാവുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ തലവൻ എന്ന് പറയുന്നതിൽ വളരെ സീരിയസ് അപ്രോച്ചുള്ള സിനിമയാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷനും അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണറിലാണ്. അതൊരു വേറെ ലൈൻ ഓഫ് പോലീസാണ്. ഇത് പോലീസിൻ്റെ വേറൊരു സൈഡാണ്. രണ്ട് ഷെയ്ഡിലുള്ള പോലീസ് തന്നെയാണ്. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് വരുമ്പോൾ എൻ്റെ ഫീഡിൽ വന്നൊരു പൃഥ്വിരാജായിട്ടിരുന്നൊരു ഇൻ്റർവ്യൂവിൽ ഒരു ചിരിക്കലട എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിങ്ങനെ ഫീഡിൽ ഇങ്ങനെ കറങ്ങി കളിക്കും. അത് ഞാൻ ശരി, നമ്മളൊരു ഫിലിം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടുപ്പമുണ്ട്. അവർ പേഴ്സണലി ഞങ്ങൾ അടുപ്പമുള്ള ആൾക്കാരാണ്. നമ്മൾ സംസാരിച്ച് പറയാതെ വന്നു പോകുന്നുണ്ടല്ലോ, മനഃപൂർവ്വം പറയുന്നൊന്നുമില്ല, അറിയാതെ അടുപ്പം കൊണ്ട് വന്നു പോകുന്നതാണ്. ആൾക്കാരുടെ അവന് വേദനിക്കുന്നില്ല എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ബിജുചേട്ടൻ ഒരുപാട് പാട്ടുകളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സിനിമ നമ്മുടെ നിവൃത്തികേടുകളല്ലേ. ചിലത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടി വരുമ്പോൾ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഷോസിലൊക്കെ വരുന്നൊരു പാട്ട് പാടുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഫിലിമിൽ അവർ ഡിമാൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ അങ്ങനത്തെ സാധനം നമ്മുടെ ശബ്ദത്തിൽ വരണം എന്ന് പറയുമ്പോൾ ചെയ്യുന്നതല്ല. കരിയറിലെ പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു ലീലയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും സംഗതികളൊക്കെ വന്നു. രഞ്ജിത്തും അതുപോലെ തന്നെ വിനായകനും തമ്മിലൊക്കെ അത്ര വിവാദങ്ങളൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ കഥയിലുള്ള ആ ക്യാരക്ടറിൽ നിന്ന് വഴിമാറിയിട്ടാണ് ആ ഒരു സിനിമ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്രിറ്റിസിസം സാധനങ്ങളൊക്കെ കണ്ടു. അത്തരം വിമർശനങ്ങളൊക്കെ കാണാറുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന അതിലൊരു ഡയറക്ടർ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസാണ്. ലീല ഞാൻ വായിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ നമുക്കൊരു ഡൗട്ടുണ്ട്. ആസ് ഒരു ആക്ടർ എന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ അടുത്ത് ആ ലീല ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാനതിനെപ്പറ്റി ആലോചിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഞാനൊരു വീട്ടിൽ സംസാരിച്ചപ്പോഴും സംയുക്തയും ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോഴും അത് ആ രീതിയിൽ കാണുന്നവരാണ് നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിലും. പിന്നെ എനിക്കുള്ള കോൺഫിഡൻസ് രഞ്ജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, ഉണ്ണിയുണ്ട് കൂടെ. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാന്നേ ഉള്ളൂ. എൻ്റെ പ്രേക്ഷകരെ എന്നെ വിമർശിച്ചൊരു വശം ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് നല്ലൊരു കഥാപാത്രം ചെയ്യുക, ആൾക്കാർ സംസാരിച്ചൊരു കഥ നമുക്ക് സിനിമയാക്കാൻ പറ്റുമ്പോൾ അതിലൊരു ഭാഗമാക്കാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അത് നന്നാക്കാൻ പറ്റുമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബാക്കി ഏരിയയെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതുപോലെ ഈ ആർക്കറിയാം എന്ന സിനിമയിലെ ബിജുചേട്ടൻ്റെ ക്യാരക്ടർ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ദേശീയ അവാർഡ് ഏതാണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഷറഫുദ്ദീൻ അടക്കം, നമ്മുടെ ഇൻ്റർവ്യൂവിലടക്കം ഷറഫുദ്ദീൻ പറഞ്ഞിരുന്നു. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു? ദേശീയ അവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും അവാർഡ്സ് ഈ ഫിലിമിന് ഉണ്ടാവും എന്ന് കരുതിയിരുന്നു. എനിക്ക് സച്ചിയുടെ മേഖലയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല ചിത്രത്തിനുള്ള അല്ലെങ്കിൽ സച്ചിയുടെ ഒരു സംഭവം എന്നൊക്കെ ഉണ്ട്. നമുക്കൊന്നും പേഴ്സണലി ആൾക്കാർ പറയുമായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അല്ലാതല്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നും വെച്ച് വളർത്തിയിരുന്നില്ല. അപ്പോൾ തുണ്ടൊരു ഹ്യൂമർ പാക്ഡ് ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അതെ. അപ്പോൾ ഈ തൊട്ടടുത്തിറങ്ങിയ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങി, പോലീസ് സിനിമകൾ. അതിൽ നിന്ന് ഏറെ ഡിഫറെൻ്റ് ആണ് തുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവർക്കും തമാശയും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഫാമിലിയായിട്ട് തിയേറ്ററിൽ ആയിരിക്കുന്ന 2 മണിക്കൂർ നിങ്ങൾക്ക് ബോറടിക്കാതെ ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയാണ്. അതിനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും സിൻസിയറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകരുടെ കയ്യിലേക്ക് 16-ാം തീയതി കൊടുക്കുകയാണ്. അപ്പോൾ തുണ്ട് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. താങ്ക് യു.